അത്ഭുതങ്ങളുടെ മലയിലാണ് ഞാനിപ്പോൾ വന്ന് നിൽക്കുക. ഇവിടെ പോർച്ചുഗലിലെ ഫാത്തിമയിലെ ഈ കുന്നിൻ മുകളിൽ ഞാൻ വന്ന് നിൽക്കുമ്പോൾ അത്ഭുതങ്ങളെക്കുറിച്ചുള്ള ധ്യാനമാണെനിക്ക്. 3 കുഞ്ഞുങ്ങൾക്ക്, ലൂസി, ജസീന്ത, ഫ്രാൻസിസ്കോ, ഇവർക്ക് മാതാവ് അത്ഭുതകരമായ ദർശനം നൽകിയത് ഈ കുന്നുംപുറങ്ങളിൽ വെച്ചാണ്. ഒരു തവണയല്ല, പലതവണ. കുഞ്ഞുങ്ങൾ അമ്മയെ കേട്ടു, അമ്മയെ കണ്ടു. അമ്മ പറഞ്ഞ കാര്യങ്ങൾ അവർ ഹൃദയപൂർവ്വം ശ്രവിച്ച് ജീവിതത്തിൽ പ്രാവർത്തികമാക്കി. അവർക്ക് പലതരത്തിലുള്ള സമ്മർദ്ദങ്ങളെ നേരിടേണ്ടി വന്നു. വീട്ടുകാരിൽ നിന്ന്, നാട്ടുകാരിൽ നിന്ന്, സഭാധികാരികളിൽ നിന്ന്, രാഷ്ട്രീയ അധികാരികളിൽ നിന്ന്, എല്ലാവരിൽ നിന്നും അവർക്ക് പലതരത്തിലുള്ള അസ്വാരസ്യങ്ങളും അസ്വസ്ഥങ്ങളും അനുഭവിക്കേണ്ടി വന്നു. പക്ഷേ കുഞ്ഞുങ്ങളല്ലേ, അവർ അവരുടെ വിശ്വാസങ്ങൾ ഉറച്ചിരുന്നു. അവർ നുണ പറയുന്നതല്ല. അതുകൊണ്ട് തന്നെ അവർ ആവർത്തിച്ച് കണ്ടത് പറഞ്ഞുകൊണ്ടേയിരുന്നു. ഇവിടെ അത്ഭുതങ്ങളുടെ ഈ മലയിൽ വന്ന് നിൽക്കുമ്പോൾ, ദൈവമേ, നിൻ്റെ അത്ഭുതം എന്നെ തൊടാത്തതിൻ്റെ കാരണം ഞാനിനിയും കുഞ്ഞായി പിറക്കാത്തതായിരിക്കാം എന്ന തിരിച്ചറിവിൽ എനിക്ക് സങ്കടം വരുന്നു. എന്നെയും വീണ്ടും ഒന്ന് പിറക്കാൻ അനുവദിക്കണമേ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. 3 കുഞ്ഞുങ്ങൾ, ലൂസിയ 9 വയസ്സുകാരി, ഫ്രാൻസിസ്കോ 8 വയസ്സുകാരൻ, ജസീന്ത 6 വയസ്സുകാരി. അവർക്ക് 1917 മെയ് 13 മുതലാണ് മാതാവ് ദർശനമേകി തുടങ്ങിയത്. അവിടെ ഇപ്പോൾ വേയ ക്രൂസ്, കുരിശിൻ്റെ വഴി സ്ഥാപിച്ചിരിക്കുന്നു. ഹംഗേറിയൻ സഭാംഗങ്ങളാണ് ഇവിടെ ഈ കുരിശിൻ്റെ വഴി സ്ഥാപിച്ചത്. 1959 മുതൽ 1962 വരെ പണി ചെയ്ത് അവിടെ അതിസുന്ദരമായ വേ ഓഫ് ദ ക്രോസ്, വിയ ക്രൂസ് അവർ സ്ഥാപിച്ചിരിക്കുകയാണ്. ഈ വഴിയിലൂടെ നമ്മളിപ്പോൾ നടക്കുകയാണ്. നടക്കുമ്പോൾ കുഞ്ഞുങ്ങളുടെ അതേ മനോഭാവത്തോടു കൂടി ചുറ്റിലും നോക്കുക. മാലാഖമാരും ദൈവികമായ ചൈതന്യമൊക്കെ നമ്മളെയും വന്ന് പൊതിയുന്നതായി നമുക്ക് തോന്നും. മെയ് മുതൽ ഒക്ടോബർ വരെയുള്ള കാലം, ആദ്യത്തെ തവണ പെട്ടെന്ന് ഇടിമുഴക്കം, ഇടിമിന്നൽ, അവരാകെ പേടിച്ചു. കൊടുങ്കാറ്റോ മഴയോ വരികയാണെന്ന് തോന്നി. ഇവിടെ അടുത്തുള്ള ഗുഹയിൽ അവർ ഒളിച്ചിരുന്നു. അപ്പോഴാണ് മാതാവ് ആദ്യത്തെ ദർശനം നൽകുന്നത്. വെളുത്ത വസ്ത്രങ്ങൾ അണിഞ്ഞ് അമ്മ ഈ മരങ്ങൾക്കിടയിൽ പ്രത്യക്ഷയായി. എന്നിട്ട്, നിങ്ങൾ പേടിക്കണ്ട, ഞാൻ നിങ്ങളെ ഭയപ്പെടുത്തുവാനല്ല വന്നിരിക്കുന്നത്. കുഞ്ഞുങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണ്? മുതിർന്നവർ കാണാത്തവ അവർ കാണും. മുതിർന്നവർക്ക് മനസ്സിലാക്കാത്തവ അവർക്ക് മനസ്സിലാവും. ഈ കുഞ്ഞുങ്ങൾ അമ്മയെ കണ്ടു. അതിൽ അത്ഭുതമൊന്നുമില്ല. നിഷ്കളങ്കതയുള്ള എല്ലാവരും മാതാവിനെയും ദൈവത്തെയും മാലാഖമാരെയൊക്കെ കാണുന്നുണ്ട്. ഈ കുന്നുംപുറങ്ങളിലൂടെ ജസീന്തയും ലൂസിയും ഫ്രാൻസിസ്കയും ഓടി നടന്നിട്ടുണ്ടാകാം. ദാരിദ്ര്യ ക്ലേശങ്ങൾ അലട്ടുന്ന നേരങ്ങളിലും അവർ ഇവിടെ ആടുകളെ മേയിച്ച് നടക്കുമ്പോൾ സ്വസ്ഥതയും സ്വച്ഛതയും കണ്ടെത്തിയിട്ടുണ്ടാകാം. ഇവിടെ അവർ പാട്ടുപാടി ആർത്തുല്ലസിച്ച് നടന്നിട്ടുണ്ടാവാം. ഇവിടെ വെച്ചായിരിക്കും അവ മാതാവിനെ കണ്ട് അത്ഭുതം കണ്ടത്. ഇവിടെ വെച്ചാണ് മാതാവിൻ്റെ അത്ഭുതകരമായ ദർശനത്താൽ അവർ പരിഭ്രാന്തരായത്, അസ്വസ്ഥരായത്, പിന്നെ ഏറെ സന്തോഷിച്ചത്. ഇവിടെ നിന്ന് അത്ഭുതങ്ങളുടെ പരമ്പര ആരംഭിക്കുകയാണ്. ആലോചിച്ച് നോക്കുക, എത്ര വർഷം കഴിഞ്ഞു. ഇപ്പോഴും ഫാത്തിമയിലേക്ക് ആയിരങ്ങളോ പതിനായിരങ്ങളോ ലക്ഷങ്ങളോ തിങ്ങിക്കൂടി വരികയാണ്. അവർ എന്ത് കാണാനാണ് വരുന്നത്? അത്ഭുതകരമായ സാന്നിധ്യത്തെക്കുറിച്ചുള്ള ധ്യാനം നടത്താനായിരിക്കില്ലേ? ഇനിയും അത്ഭുതകരമായി ഇടപെടുന്ന മാതാവിൻ്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞ് മാധ്യസ്ഥം തിരിയാനാവില്ലേ? ഇങ്ങനെയൊക്കെയാണ് അത്ഭുതങ്ങൾ ലോകത്ത് തുടരുക. ഇങ്ങനെയാണ് ദൈവം മനുഷ്യരുടെ ജീവിതത്തിലേക്ക് ഇടപെടുക. 1917 മെയ് 13 മുതൽ ഒക്ടോബർ 13 വരെ നീളുന്ന അത്ഭുതങ്ങൾ. കുഞ്ഞുങ്ങൾക്ക് ദർശനമുണ്ടായതോടുകൂടി എല്ലാവരും അവർക്കെതിരായി മാറി എന്നുള്ളതാണ് സത്യം. അന്നത്തെ ഫസ്റ്റ് റിപ്പബ്ലിക് ഭരണകൂടം ആദ്യം ഇവരെ എതിർത്തു. കാരണം രാഷ്ട്രീയപരമായിട്ടുള്ള
ധാരാളം പ്രകമ്പനങ്ങൾ ഇതുണ്ടാക്കും. കുഞ്ഞുങ്ങളെ പല സമ്മാനങ്ങൾ നൽകി പ്രലോഭിപ്പിക്കാൻ ശ്രമിച്ചു. കടുത്ത ഭീഷണി നടത്തി അവരെ ജയിലിലടച്ചു. അമ്മ സ്ഥിരമായിട്ട് അവരെ ആശ്വസിപ്പിച്ചുകൊണ്ടിരുന്നു. അമ്മ പറഞ്ഞു, നിങ്ങൾക്ക് വേണ്ടി ഒരു അത്ഭുതം ഞാൻ നൽകും. ഒക്ടോബർ 13 ആ അത്ഭുതമുണ്ടായി. 70,000 ആളുകൾ കാണുകെ സൂര്യൻ കത്തിജ്വലിക്കുന്ന അവസ്ഥയിൽ വട്ടം കറങ്ങി. ആദ്യമായിട്ട് ഫോട്ടോഗ്രാഫിൽ പതിഞ്ഞ അത്ഭുതം ഇത് തന്നെയാണ്. അതോടുകൂടി അവിശ്വാസികളായവർ പോലും വിശ്വാസികളായി രൂപാന്തരപ്പെട്ടു. ഈ ഇടത്താണ് മാലാഖമാർ പ്രത്യക്ഷപ്പെട്ട് കുഞ്ഞുങ്ങളെ സ്വർഗത്തിൻ്റെ പ്രാർത്ഥനകൾ പഠിപ്പിച്ചു കൊടുത്തത്. എല്ലാവരും ആ പ്രാർത്ഥനകൾ ഏറ്റുചൊല്ലി. അതൊരു അത്ഭുതകരമായ പരമ്പരകളുടെ തുടക്കമായിരുന്നു. മാലാഖമാർ പഠിപ്പിച്ച പ്രാർത്ഥനകൾ ഏറ്റുപാടി, അവരുടെ പാട്ടുകൾ ഏറ്റുപാടി, മാലാഖ തന്മയോടുകൂടി കുഞ്ഞുങ്ങൾ ലോകത്തിലേക്ക് ഇറങ്ങി വന്നു. അവരുടെ കണ്ണുകളിൽ ആളുകൾ അത്ഭുതം തിരിച്ചറിഞ്ഞു. അവരുടെ വാക്കുകളിൽ സ്വർഗത്തിൻ്റെ മാധുര്യം അലിഞ്ഞു ചേർന്നിരിക്കുന്നത് നാട്ടുകാരും വീട്ടുകാരും മനസ്സിലാക്കി. ഫാത്തിമ മാതാവിൻ്റെ ബസിലിക്കയുടെ മുമ്പിലേക്ക് നമ്മൾ ഇപ്പോൾ വന്നെത്തി നിൽക്കുകയാണ്. ബസിലിക്ക ഓഫ് അവർ ലേഡി ഓഫ് റോസറി. ഈ ബസിലിക്ക നിയോ ക്ലാസിക്കൽ സ്റ്റൈലിൽ നിർമ്മിച്ചെടുത്ത അതിസുന്ദരമായിട്ടുള്ള ഒരു പള്ളിയാണ്. അകത്ത് 15 അൾത്താരകളുണ്ട്. ഈ 15 അൾത്താരകൾ കൊന്തയിലെ 15 രഹസ്യങ്ങൾക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുകയാണ്. മറ്റൊരു പള്ളി ലിറ്റിൽ ചാപ്പൽ ഓഫ് അപ്പാരിഷൻ. ആദ്യമായിട്ട് മാതാവ് പ്രത്യക്ഷപ്പെട്ട ഇടത്തെ പള്ളിയാണത്. ഹോളി ട്രിനിറ്റി ബസിലിക്കയാണ് മറ്റൊന്ന്. ഇങ്ങനെ 3 ചെറു പള്ളികളുടെ സമുച്ചയമാണ് ഇവിടെ കാണുവാൻ സാധിക്കുക. പള്ളിക്കകത്ത് അതിസുന്ദര കാഴ്ചകൾ, ദൈവത്തിലേക്ക് സ്വർഗത്തിലേക്ക് നമ്മൾ ഉയർത്തുന്ന കാഴ്ചകൾ നമ്മെ കാത്തിരിക്കുന്നുണ്ട്. ഏറ്റവും അധികം ആളുകൾ തീർത്ഥാടനത്തിനെത്തുന്ന കാത്തലിക് തീർത്ഥസ്ഥലികളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായി ഫാത്തിമ മാറിക്കഴിഞ്ഞു. ലൂർദിലേക്ക് എന്നതിനേക്കാൾ കൂടുതൽ ആളുകൾ ഫാത്തിമയിലേക്ക് വരുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം ഫാത്തിമയോട് ബന്ധപ്പെട്ട് കിടക്കുന്ന വെളിപ്പെടുത്തപ്പെട്ട കുറേ രഹസ്യങ്ങളുടെ കാര്യമാണ്. 3 രഹസ്യങ്ങൾ മാതാവ് കുഞ്ഞുങ്ങളിലൂടെ വെളിപ്പെടുത്തി. അത് ലോക രാഷ്ട്രീയത്തെ തന്നെ സാരമായി ബാധിച്ചവയായിരുന്നു. ഫാത്തിമയിലെ ചെറു ചാപ്പലിൽ എൻ്റെ സ്വന്തം ഭാഷയിൽ എൻ്റെ സ്വന്തം ആളുകൾക്കൊപ്പം കുർബാന അർപ്പിക്കുവാൻ സാധിച്ചതൊരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുകയാണ്. ഫാത്തിമ മാതാവിൻ്റെ പള്ളിയിലേക്ക് നീളുന്ന ഇടനാഴിയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇപ്പോൾ ഇവിടെ തിരക്കൊന്നുമില്ല. ഓരോ വർഷവും 40 ലക്ഷത്തിലധികം ആളുകളാണ് തീർത്ഥാടകരായി ഈ പള്ളിയിലേക്ക് വരുന്നത്. ഇപ്പോൾ ആളുകൾ കാര്യമായിട്ടില്ലാത്ത ഈ ഇടനാഴിയിൽ വന്ന് പള്ളിയിലെ കുർബാനയുടെ ഗീതങ്ങളൊക്കെ ആസ്വദിച്ച് ഞാൻ ഈ ഇടനാഴിയിൽ അങ്ങനെ നിൽക്കുന്നു. മനസ്സിൽ നന്മ നിറഞ്ഞ കുറേ ചിന്തകൾ വരുന്നു. എവിടെയൊക്കെ മനുഷ്യൻ്റെ സങ്കടങ്ങളുണ്ടോ അവിടെയൊക്കെ മാതാവ് കടന്നു വന്നിട്ടുണ്ട്. മാതാവിൻ്റെ സാന്നിധ്യം ദൈവത്തിൻ്റെ കൃപയുടെ സാന്നിധ്യമായിരുന്നു. ദൈവത്തിന് എല്ലായിടത്തും എത്തിച്ചേരാൻ പറ്റാത്തതുകൊണ്ട് അമ്മമാരെ ദൈവം സൃഷ്ടിച്ചു എന്ന് ടർക്കിഷ് പ്രോവർബുണ്ട്. അമ്മ എല്ലാം തന്ന് തീർക്കുന്നു, ഞാനെല്ലാം തിന്ന് തീർക്കുന്നു. അമ്മയും ഞാനും തമ്മിലുള്ള വ്യത്യാസം അതാണ്. ഒടുക്കത്തെ വിശപ്പും ദാഹവുമായ ഞാൻ അപ്പമായി മാറുന്ന എങ്ങനെയെന്ന് ധ്യാനിച്ചു തുടങ്ങാം. പള്ളിമണി മുഴങ്ങുകയാണ്. ദൈവത്തിൻ്റെ പള്ളിമണി എന്നെ ഓർമ്മപ്പെടുത്തുന്നത് ദൈവത്തിൻ്റെ സ്വന്തമായി തീരാനാണ്, മറ്റുള്ളവർക്ക് വേണ്ടി സ്വന്തമായി മാറാനാണ്. നന്മ നിറഞ്ഞ മറിയമേ, എന്നെയും കൈപിടിച്ച് നടത്തണേ. പള്ളിക്കകത്ത് ചില്ലുജാലകങ്ങളുടെ അതിസുന്ദര വർണ്ണക്കാഴ്ചകൾക്ക് താഴെ വളരെ മനോഹരമായിട്ട് കുരിശിൻ്റെ വഴിയുടെ വിവിധ സ്ഥലങ്ങൾ അലങ്കരിച്ചിരിക്കുന്നു. ഒരേ സമയം കലാപരമായ മേന്മയും ആത്മീയതയുടെ ഔന്നത്യവും മേളിക്കുന്നത് പോലെ നമ്മൾ മനസ്സിലാക്കുകയാണ്. പള്ളിക്കകത്ത് വല്ലാത്തൊരു ശാന്തതയുണ്ട്. ഇതിനകത്തേക്ക് കയറിയാൽ താനെ
നമ്മൾ ഒച്ചകളെല്ലാം വെടിഞ്ഞ് ഒരു തരം നിശബ്ദതയിലേക്ക് താഴ്ന്ന് പോകും. പതുക്കെ ദൈവികമായൊരു ചൈതന്യം നമ്മെ വന്ന് തൊടുന്നൊരനുഭവം നമുക്കുണ്ടാവും. ഒരുപക്ഷെ പള്ളിക്കകത്തിരിക്കുന്ന ഒരാൾ പള്ളിയായി പതുക്കെ രൂപാന്തരപ്പെട്ടു പോയെന്നും വരാം. വിശുദ്ധ പൈതങ്ങളുടെ കബറിടങ്ങളാണിത്. ഇത് അൾത്താരയുടെ പ്രധാന ബലിപീഠം. കുഞ്ഞുങ്ങളുടെ സൗമ്യമായ ശാന്തമായ സാന്നിധ്യം തേടി ആളുകൾ ഇവിടെ വരുന്നുണ്ട്. കുഞ്ഞുങ്ങളെപ്പോലെ ആകുന്നതിനെക്കുറിച്ച് അവരും അശിക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്. അങ്ങേറ്റ ശാന്തമായ മനസ്സോടുകൂടി പള്ളിക്കകത്ത് ഇരിക്കുകയാണ്. ചുറ്റിലും ആളുകൾ വന്ന് നിറയുന്നുണ്ട്. എൻ്റെ ഉള്ളിൽ സങ്കീർത്തകൻ്റെ വാക്കുകളാണ് മുഴങ്ങുന്നത്. മാതാവിൻ്റെ മടിയിൽ ശാന്തനായി ഉറങ്ങുന്ന കുഞ്ഞിനെ എന്ന മട്ടിൽ ഞാൻ എന്നെ തന്നെ ശാന്തനാക്കി. വലിയ കാര്യങ്ങളെക്കുറിച്ച് ഞാൻ വീമ്പ് പറയുന്നില്ല. എൻ്റെ കണ്ണുകളിൽ ധാർഷ്ട്യമില്ല. മാതാവിൻ്റെ മടിയിൽ ശാന്തനായി ഉറങ്ങുന്ന കുഞ്ഞിനെ പോലെ ഞാൻ എന്നെ തന്നെ ശാന്തനാക്കി. ഇവിടെ അമ്മയുടെ മാധ്യസ്ഥ്യം തിരഞ്ഞ് പ്രാർത്ഥന നിർഭരമായ ഹൃദയത്തോടുകൂടി കൈകൾ തുറന്നു വെച്ച് അങ്ങനെ നിൽക്കുമ്പോൾ എനിക്ക് വ്യക്തമായിട്ടറിയാം, ഒന്നുമല്ലാത്തവനും ഒന്നുമില്ലാത്തവനുമാണ് ഞാനെന്ന്. എനിക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കുവാനും അതുമാത്രമേ ഉള്ളൂ. ദൈവമേ, ഒന്നുമില്ലാത്ത എൻ്റെ അപേക്ഷകളും നീ കേൾക്കണമേ. യോഹന്നാൻ ക്രൂസ് ഇങ്ങനെ പ്രാർത്ഥിച്ചു, ദൈവമേ, പതുക്കെ നീ എന്നെ ഒന്നുമല്ലാതാക്കി മാറ്റുക. മേക്ക് മീ നത്തിങ് ഗ്രാജുവലി. ഇപ്പോൾ ഈ വിശുദ്ധ സ്ഥലത്തിരുന്നു കൊണ്ട് ഞാൻ അത് തന്നെ പ്രാർത്ഥിക്കുകയാണ്. ഒന്നുമല്ലാതായി മാറുമ്പോൾ ഞാൻ നിൻ്റേതായി മാറും. എൻ്റെ ദൈവമേ, നിൻ്റേതായി എന്നെ മാറ്റണമേ. എൻ്റെ ഇഷ്ടമല്ല, നിൻ്റെ ഇഷ്ടം എൻ്റെ ജീവിതത്തിൽ എന്നും നിറവേറട്ടെ. തീർത്ഥസ്ഥലത്ത് നിന്നും ആത്മവിദ്യാലയത്തിലേക്ക് ഇനിയൊരു യാത്ര പോവാം. അവനിയിലെ ആത്മവിദ്യാലയമാണ് സിമിത്തേരി. പോപ്പ് ഫ്രാൻസിസിനെ കണ്ണീരണിയിച്ച ഒരു സിമിത്തേരിയുണ്ട് ഇറ്റലിയിലെ നെത്തൂണയിൽ. ഒരുപക്ഷെ ലോകത്തിലെ ഏറ്റവും സുന്ദരമായ സിമിത്തേരികളിലൊന്ന് അവിടെയാണ്. നമുക്ക് ആ സിമിത്തേരിയിലേക്ക് യാത്രയാവാം. സ്വർഗോന്മുഖമായ ഒരു യാത്ര, സ്വർഗത്തിലേക്ക് കണ്ണുകളെറിഞ്ഞുള്ള ഒരു യാത്ര, മരണത്തെ ധ്യാനിച്ച് ജീവനെ കുറച്ചുകൂടി ഇഷ്ടപ്പെട്ട് നമുക്ക് സിമിത്തേരിയിലേക്ക് യാത്രയാവാം.